Hello all, welcome to Teacher at Home. Today class we are going to learn the fourth chapter, that is the properties of matter. What is this in this picture? What we are seeing? What are the objects? That is we are seeing that is a box, a protractor, then compass, set square. Everything is there in the instrument box. A pencil, spectacles, a beaker with half water, then a balloon hanging. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എന്ത് ടേബിളിൽ കാണുന്നത് അല്ലേ? What are the materials present in each object? ഓരോന്നിലും എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ബലൂണിൽ എന്തൊക്കെയുണ്ട്? റബ്ബർ ഉണ്ട്, വായു നിറച്ചിട്ടുണ്ട്. പെൻസിൽ ആണെങ്കിലോ കാർബണിന്റെയും ഗ്രാഫൈറ്റും കൂടിയിട്ടുള്ള ഒരു മിശ്രിതമാണ്. There are many objects of diverse nature around us അല്ലേ? പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. All these are made up of different materials. ഇതെല്ലാം പലതരം സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. We are familiar with the physical state of materials. What are the different physical state of materials seen around us? അല്ലേ? നമ്മൾ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഫിസിക്കൽ ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് അല്ലേ? It is the three states of matter. Then classify tabulate the material given in the picture on the basis of the physical state. സോളിഡ് എന്ന് പറയുന്നത് എന്താണ്? ബോക്സ് സോളിഡ് ആണ്. പിന്നെ പെൻസിൽ സോളിഡ് ആണ്. ലിക്വിഡ് ആണെങ്കിലോ വാട്ടർ ഇസ് എ ലിക്വിഡ്. ഗ്യാസ് മീൻസ് ഗ്യാസ് contained in the balloon is it is a type of gas. What are the important properties of materials? Materials in their important properties are they have mass, volume, etc. Find out through some activities. Observe the figure. What are the things required to the experiment shown in the figure? എന്തൊക്കെയാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്? Two beaker we need water, then a stone is dipped in the beaker, second beaker അല്ലേ? അപ്പോൾ എന്താണ്? രണ്ട് ബീക്കർ എടുത്തിട്ടുണ്ട്, അതിൽ പകുതിയോളം വെള്ളം നിറച്ചിട്ടുണ്ട്. അതിന് ശേഷം രണ്ടാമത്തെ ബീക്കറിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ചരട് കെട്ടിയിട്ട് കല്ല് അതിലേക്ക് താഴ്ത്തും. What happens to the water level when the stone is dipped in water? Stone dipped in water means water level increases അല്ലേ? സ്റ്റോണിന് അതിൻ്റെതായിട്ടുള്ള സ്ഥലം ആവശ്യമാണ്. അപ്പം എന്ത് ചെയ്യും? അത് ഒക്യുപ്പൈ ചെയ്യുമ്പോൾ വാട്ടറിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. What happened to the water level in the trough? That is fill 3/4 of the trough with water. Then what we are doing? Keep a dry glass tumbler perpendicularly immersed in water to the trough. അപ്പം എന്താ ചെയ്യണത്? ഒരു ട്രഫ് എടുത്തു, അതിലേക്ക് മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറച്ചു. അതിനുശേഷം ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ കമഴ്ത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അമർത്തി വെക്കുകയാണ്. വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ലെവൽ ഇൻ ദ ട്രഫ്? വാട്ടർ ലെവൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? ഡസ് വാട്ടർ എൻ്റർ ദ ടംബ്ലർ? വാട്ടർ എൻ്റർ ചെയ്യില്ല. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഹൈലി ഇമേഴ്സ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എയർ. അത് വായു കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓൾറെഡി ഇറ്റ് കണ്ടെയ്ൻസ് എയർ. Is there a relation between the volume of the material and the difference in the water level? Isn't clear that air requires space to occupy അല്ലേ? എയറിന് എന്ത് വേണം? സ്പേസ് വേണം ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹാങ് ടു ബലൂൺസ് ഫിൽഡ് വിത്ത് എയർ ഇൻ ദ ടു എൻഡ്സ്. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു വടി എടുത്തു അല്ലേ? അതിലേക്ക് രണ്ടറ്റത്തും ഓരോ ബലൂൺ എയർ ഫിൽ ചെയ്തിട്ട് തൂക്കി. അതിനുശേഷം നടുവിൽ ഒരു കയർ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു ബലൂണിൽ നമ്മൾ എന്ത് ചെയ്യും? സെല്ലോ ടേപ്പ്, പീസ് ഓഫ് സെല്ലോ ടേപ്പ് ഓൺ വൺ ഓഫ് ദ ബലൂൺസ്. With the help of the thread, suspend the scale in a balanced അല്ലേ? നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. The piers of the balloon needle and the cello tape. അപ്പോൾ സെല്ലോ ടേപ്പ് വെച്ച ബലൂണിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു നീഡിൽ കൊണ്ട് പ്രിക്ക് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? അതിലത്തെ എയർ പോവും അല്ലേ? അപ്പോൾ അത് ഷ്രിങ്ക് ആവും. From the experience, what inference can be drawn about the properties of matter? Matter is anything that occupies space and has mass. Matter എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു സ്ഥലം ഒക്യുപ്പൈ ചെയ്യണതും പിന്നെ അതിന് ഭാരമുള്ളതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുക. വി ആർ ഫെമിലിയർ വിത്ത് മെറ്റീരിയൽസ് അല്ലേ? സോളിഡ്, ലിക്വിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഫെമിലിയർ ആണ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ സോളിഡ് ആർ യു ഫെമിലിയർ വിത്ത്? സോളിഡ് it has a mass and also a space. What are the properties of liquids and what are the applicable to the gases? Plasma and other state. Matter is also found in state other than lab. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസിനെ കൂടാതെ വേറൊരു സ്റ്റേറ്റും ഉണ്ട് അല്ലേ? അത് ഏത് സ്റ്റേറ്റാ? പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. പിന്നെ this is the fourth state of matter. Fifth എന്താണ്? Boltzmann and condensate. Sixth is the fermionic condensate. And also there is one more state, that is the superfluid state. Has mass. Solid, it has a mass, definite volume and also a permanent shape. Liquid, it has mass, definite volume but no permanent shape. Gas, it has mass but does not have definite volume and a definite shape. Tiny particles in matter. Fill 3/4 of the beaker with water. Put 2-3 drops of crystals of potassium permanate to it and silver. What happened to potassium permanate crystals? അപ്പോൾ നമ്മൾ ഒരു ബീക്കർ എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അല്ലേ? അതിനുശേഷം 2-3 ക്രിസ്റ്റൽ പൊട്ടാഷ്യം പെർമാനേറ്റ് ഇടും. അപ്പോൾ എന്താ അതിന് സംഭവിക്കുക? അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരും. Can you see the crystal? No, we cannot see the crystals with our naked eye.
Why the particles cannot be seen even though potassium permanganate is present? അത് ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് കണ്ണ് വെച്ചിട്ട് അത് കാണാൻ പറ്റില്ല. It may therefore be inferred that each crystal of potassium permanganate is made up of rows of tiny particles. ആ ഓരോ ക്രിസ്റ്റൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റും നിറയെ പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. Put some sugar in water and stir up. Are the sugar crystals visible? You can guess why. Does the solution have the sweetness of sugar? Aren't the dissolved sugar particles that imparted property to the solution? Each substance is made up of tiny particles which cannot be seen with the naked eye. അപ്പോൾ ഇതൊക്കെ എന്താണ്? ചെറിയ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റാതിരുന്നത്. These particles bear all the properties of the substance. വസ്തുക്കളുടെ എല്ലാ പ്രോപ്പർട്ടിയും ഇത് വഹിക്കും. Arrangement of particles in different states of matter. അപ്പോൾ ഓരോ പാർട്ടിക്കിൾസും ഓരോ വ്യത്യസ്ത മാറ്ററുടെ ഓരോ രൂപത്തിലും സ്റ്റോർ ചെയ്യണമെന്നാണ് നമ്മളിവിടെ ചുവടെപ്പെടുത്തിയിരിക്കുന്നത്. പഠിക്കുന്നത്. Note how the characteristic of particles of a substance in physical state had been listed. എങ്ങനെയൊക്കെയാണ്? പാർട്ടിക്കിൾസ് ഹാവ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അല്ലേ? ഓരോ വസ്തുവിന്റെ ഇടയിലും ദൂരമുണ്ട്. പിന്നെന്താണ്? അത് നീങ്ങിക്കൊണ്ടിരിക്കും. അട്രാക്ട് ചെയ്യും അല്ലെ? ഓരോന്നും തമ്മിൽ അട്രാക്ട് ചെയ്യും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രോപ്പർട്ടി ഡിഫറെന്റ് ഇൻ വേരിയസ് സ്റ്റേറ്റ്. മാഗ്നിറ്റ്യൂഡ് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. എങ്ങനെയാ അത്? സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് അല്ലേ? ഈസ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ സോളിഡ് ലിക്വിഡ് ഗ്യാസിലും എല്ലാ പാർട്ടിക്കിൾസും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരേപോലെയാണോ? അല്ല അല്ലെ? സോളിഡിൽ എങ്ങനെയാണ്? അത് ക്ലോസ്ഡ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന് മൂവ്മെന്റിന് തന്നെ സ്ഥലമില്ല. ലിക്വിഡിലാണെങ്കിലോ കുറേശ്ശെ മൂവ് ചെയ്യാം. ഗ്യാസിലാണെങ്കിലോ ഒക്കെ വേറെ വേറെ ദൂരെയാണ് ഓരോ പാർട്ടിക്കിൾസും. അപ്പൊ മൂവ്മെന്റ് highly possible. Change of state. You must have studied that when ice is heated, it changes into water അല്ലേ? ഐസ് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളമാവും. വെള്ളം ചൂടാക്കുമ്പോഴോ അത് നീരാവിയായി ഗ്യാസായി പോകും. And changes into steam. Change of state occurs in all to matter in all state. Complete this chart. Solid when heated into liquid, cooled get when heated we get a gas. Gas cooled up we get a liquid. Liquid when cooled we get solid. Which form of energy is responsible change of states here? Observe the figure that depicts the movement of particles in solid, liquid and gas. Energy particles അല്ലേ? High energy ആയിരിക്കും. Distance between the particles also high. Attraction ആണെങ്കിലോ decreased അല്ലേ? Movement of particlesഉം increase ചെയ്തുകൊണ്ടിരിക്കും. We convert solid into എന്താണ്? Liquid and subsequently liquid into gas by supplying heat. If so, won't the particles of gas have higher energy than in the other two states അല്ലേ? ഏതിനായിരിക്കും higher energy? Gas. അപ്പോൾ movement നല്ലോണം possible ആണ് അതില്. Particles of solid are very close to each other. Freedom of movement is limited. അതായത് സോളിഡിലെ പാർട്ടിക്കിൾസ് എന്താണ്? അടുപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ മൂവ്മെന്റ് എന്താണ്? കുറവേ ഉള്ളൂ. ലിക്വിഡിലാണെങ്കിലോ എല്ലാം ദൂരത്താണ് ഇരിക്കുന്നത്. അപ്പൊ മൂവ്മെന്റ് എന്താണ്? ഇത് ഫോർ ആൻഡ് ഹാവ് മോർ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അല്ലേ? നല്ലോണം മൂവ്മെന്റ് പോസിബിൾ ആണ് ദാൻ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. ഗ്യാസിലാണെങ്കിലോ പാർട്ടിക്കിൾ റിമെയിൻ ഫാർ അവേ ഫ്രം വൺ അനദർ. ഓരോ പാർട്ടിക്കിൾസും ദൂരെയാണ്. അപ്പൊ മൂവ്മെന്റും ഹൈയിലായിരിക്കും. Difference in temperature causes the change of state. In all state, when heat is provided, energy and movement of a particles increases. അല്ലേ? ചൂട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? Energy, movement of particles, movement of the particle increases. While attraction among particles decreases. അല്ലേ? Movement increase ചെയ്യുമ്പോൾ attraction എന്ത് ചെയ്യും? Decrease ചെയ്യും. Some substances when heated changes directly into gas. ചില സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ അത് നേരിട്ട് ഗ്യാസ് ആവും. അതായത് സോളിഡ് ചൂടാക്കുമ്പോൾ ലിക്വിഡ് ഗ്യാസ് ആവും. Without forming liquid. This phenomenon is called sublimation. അതായത് സോളിഡ് സബ്സ്റ്റൻസസ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്ലിമേഷൻ എന്ന് പറയുക. When the vapors of the substances are cooled, they change directly into the solid form. Naphthalene iodide examples for such substances. Movement of particles when solid change into liquid. Liquid ആവുമ്പോൾ എന്താണ്? മൂവ്മെന്റ് പോസിബിൾ ആണ് അല്ലെ? ലിക്വിഡ് ഗ്യാസ് they are freely movable. Into liquid movement a little bit possible. Solid change into gas movement is highly possible. Diffusion of substance in different state. Iodine is a substance that is when heated forms into a gas in a watch glass. Collect the vapor in a gas jar. Keep the other gas jar on top of it inverted. അപ്പോൾ നമ്മൾ അയഡിൻ ഗ്യാസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മേലെ എന്ത് ചെയ്യും? ഒരു ജാറ് കൂടെ വെക്കും അല്ലെ? ഇൻവേർട്ട് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ എന്താ കാണുക? താഴെയുള്ള ഗ്യാസ് നേരെ മുകളിലേക്ക് പോകും. What change occur in the color of iodine? Iodine in the color vapors in the lower gas jar. അതായത് ആദ്യം ഒരു വയലറ്റ് അല്ലെ ഗ്യാസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മുകളിലേക്ക് നമ്മൾ ഒരു ജാറ് കൂടെ അമർത്തി വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? താഴെയുള്ളത് നേരെ മുകളിലോട്ട് പോകും.
And incense stick has fragrance, അല്ലേ? Fragrance ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴാണ് അറിയുക? Fills the room only when the stick is lit, അല്ലേ? അത് കത്തിച്ച് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ മണം ഫീൽ ചെയ്യുക. Quickly in the room when incense stick is lit, heat supply ചെയ്യുമ്പോഴാണ് എന്ത് ഈ മണം സ്പ്രെഡ് ചെയ്യുക. Is there any relation between temperature and diffusion? Why does the smell of hot food spread quickly at a long distance? Is the rate of diffusion of a substance in a gas and liquid the same? അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? Take water in a beaker. Add carefully a drop of red into it. അപ്പോൾ എന്താ നമ്മൾ കാണുക? ഒരു ബീക്കർ എടുത്തു, അതിൽ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യും? 2 ഡ്രോപ്പ് ചുവന്ന മഷി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ? അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് വെള്ളമായിട്ട് ലയിച്ചു ചേരും, അല്ലേ? Compare the diffusion of iodine vapor and ink. Find the difference. What is the relation between diffusion and movement of particles in different state? In solid, is there a similar possibility for diffusion? Place a drop of ink on a glass plate and observe. Diffusion is a spontaneous mixing of different particles having freedom of movement. അതായത് മൂവ്മെന്റ് സാധ്യതയുള്ള ഒരു വസ്തുവിലേക്കാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് അലിഞ്ഞു ചേരും, അല്ലേ? സ്പ്രെഡിങ് ഓഫ് ദ സ്മെൽ ഓഫ് ഫ്രൂട്ട്സ്. എന്തുകൊണ്ടാണ്? അതിൽ സ്പേസ് ഉണ്ട്, ഇതിന് സ്പ്രെഡ് ചെയ്യാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. പ്യൂർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ. യു ആർ നൗ ഫെമിലിയർ വിത്ത് ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആൻഡ് ദ പ്രോപ്പർട്ടീസ്, അല്ലേ? 4 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചു, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് പഠിച്ചു, അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു. ഈച്ച് ഓഫ് ദ സബ്സ്റ്റൻസ് ദാറ്റ് വി യൂസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സബ്സ്റ്റൻസും എന്താണ്? ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ദ സബ്സ്റ്റൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. അതായത് അതിന്റെ തരത്തില് അനുസരിച്ച് അതിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? പ്യൂർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ, അല്ലേ? മോളിക്യൂൾസ് ഓഫ് വാട്ടർ, കോമൺ സോൾട്ട് ആൻഡ് ഗോൾഡ് ഹാവ് ദ യുണീക് പ്രോപ്പർട്ടി. മോളിക്യൂൾസ് ഓഫ് വാട്ടറും കോമൺ സോൾട്ട്, അല്ലെ, ഗോൾഡ് അതിന് യുണീക് പ്രോപ്പർട്ടി. എന്തുകൊണ്ടാണ്? മെറ്റീരിയൽ മെയ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡന്റിക്കൽ നേച്ചർ ആർ കോൾഡ് പ്യൂർ സബ്സ്റ്റൻസ്. ഒരേപോലെയുള്ള വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതിനെ പ്യൂർ സബ്സ്റ്റൻസസ് എന്നും. സലൈൻ വാട്ടർ, ബോത്ത് പാർട്ടിക്കിൾസ് ഹാവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സോൾട്ട്. ദ സബ്സ്റ്റൻസ് മെയ്ഡ് ഓഫ് ഡിഫറെന്റ് നേച്ചർ ആർ കോൾഡ് മിക്സ്ചർ. പല നേച്ചർ കൊണ്ട് ഉണ്ടാക്കിയതിനെയാണ് നമ്മൾ എന്ത് പറയാ? മിക്സ്ചർ എന്ന് പറയാ, അല്ലെ? ക്ലാസിഫൈ ചെയ്യുമോ? അപ്പോൾ ഇതൊക്കെ പ്യൂർ സബ്സ്റ്റൻസും മിക്സ്ചറും. ഗോൾഡ് പ്യൂർ സബ്സ്റ്റൻസ് ആണ്. സോഡ വാട്ടർ ആണെങ്കിലോ മിക്സ്ചർ ആണ്, കാരണം അതിൽ സോഡയും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പാസ് ചെയ്തിട്ടാണ് സോഡ വാട്ടർ ഉണ്ടാക്കുക. സോയിലും മിക്സ്ചർ ആണ്. വാട്ടർ ഹൈഡ്രജനും ഓക്സിജന്റെയും കോമ്പിനേഷൻ ആണ് എന്ത്? വാട്ടർ. പ്യൂർ സബ്സ്റ്റൻസസ്. വാട്ടർ പേപ്പറും പ്യൂർ ആണ്, ഷുഗറും പ്യൂർ ആണ്. പിന്നെ കോമൺ സോൾട്ട്. So common salt means it is sodium and chlorine combined together. So it's a mixture. Separating the components of a mixture. Most of the substances found in nature are mixtures. Examples: soil, sea, water, rock powder, sand, river water and air. ഇതൊക്കെ എന്താണ്? മിക്സ്ചർ ആണ്, അല്ലേ? Think about their components. In daily life, we have occasions when components of mixtures are to be separated. Look at a few instances where components of mixture are to be separated. ഏതൊക്കെയാണ്? Separating husk from paddy. പിന്നെ separating tea drag from tree, അല്ലെ? ചായന്ന് ചായ അരിക്കുക. Separating common salt, കടലിൽ നിന്ന് ഉപ്പ് മാറ്റുക. പിന്നെ എന്താണ്? നെല്ലിൽ നിന്ന് അരി മാറ്റിയെടുക്കുക. ഇതൊക്കെ സെപ്പറേറ്റിംഗ് പ്രോസസ് ആണ്. ഒക്കേഷൻ ആൻഡ് സെപ്പറേഷൻ. ഇതിലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്? ട്രീ ഡ്രാഗ് ഫ്രം ട്രീ പറയുമ്പോൾ ഫിൽട്രേഷൻ, അല്ലേ? അപ്പോൾ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിളുടെ സൈസ് അനുസരിച്ച് നമുക്കത് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും. The choice of the method of separation of components depend on the properties of a components of a mixture. നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആണോ യൂസ് ചെയ്യണത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഈ മെത്തേഡ്, സെപ്പറേഷൻ മെത്തേഡ്. You know that common salt is separated from sea water by evaporation. Is this method of sufficient if water is also to be obtained through separation? Here distillation can be used. Distillation എന്ന് പറഞ്ഞാൽ എന്താണ്? Depict the method of distillation. Common salt solution is taken in the round bottom flask. അപ്പോൾ കോമൺ സോൾട്ട് സൊല്യൂഷൻ ഇല്ലേ, അത് നമ്മൾ എന്തിലാണ് എടുക്കുന്നത്? റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ എടുക്കും. എന്നിട്ട് ഓൺ ഹീറ്റിംഗ് ദ സൊല്യൂഷൻ വിച്ച് കോമ്പണന്റ് ഇവോപ്പറേറ്റ്സ് സബ്സ്റ്റൻസ് വിൽ റിമെയിൻ ഇൻ ദ ഫ്ലാസ്ക്. വാട്ട് ഈസ് ദ റീസൺ? അതായത് എന്താ ചെയ്യും? വാട്ടർ ഇവോപ്പറേറ്റ്സ് ചെയ്യും, അല്ലേ? എന്നിട്ട് സോൾട്ട് ഒക്കെ സൈഡ്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇരിക്കും. When one component of the mixture is volatile and the other do not vaporize, under the same condition they can be separated by distillation. അപ്പോൾ ഡിസ്റ്റിലേഷനിലൂടെ എങ്ങനെയൊക്കെ സബ്സ്റ്റൻസ് അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക? ഒന്ന് വേപ്പറായിട്ട് പോവുക, പിന്നെ ഒന്ന് നോ ചേഞ്ച്, അല്ലേ? വേപ്പറൈസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ആൻഡ് അതർ ഡു നോട്ട് വേപ്പറൈസ്. ഒന്ന് മാത്രമേ വേപ്പറൈസ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു ഇതിലാണ് നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. If the component of a mixture possesses large difference in the boiling point, they can be separated by distillation. അതായത് ഇപ്പൊ രണ്ട് സബ്സ്റ്റൻസ് എടുക്കുകയാണ്, അതിൽ ഈ ബോയിലിംഗ് പോയിന്റിൽ നല്ല വ്യത്യാസം കാണുകയാണെങ്കിൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാം. Distillation can be used to separate a mixture of water
and acetone. Distillation എന്തിനാണ് ഉപയോഗിക്കുക? Mixture of water, boiling point water എത്രയാണ്? 100 degree Celsius, and acetone boiling point 56 degrees Celsius. Ordinary water contains many minerals dissolved in it. The distilled water used for injection and in storage battery is produced by separating the minerals through distillation. അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ എന്തിനാണ് ഇഞ്ചക്ഷൻ യൂസ് ചെയ്യണതും സ്റ്റോറേജ് ബാറ്ററിയിൽ യൂസ് ചെയ്യണതും ത്രൂ ഡിസ്റ്റിലേഷൻ വഴി നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അതായത് if the boiling point of a components have very small differences, fractional distillation can be used to separate them. എന്താണ് എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 78 degree Celsius. മെത്തനോൾ ആണെങ്കിൽ 65 degree Celsius. Are two miscible liquids. There is only a small difference in their boiling point. These two liquids are separated from the mixture by fractional distillation. But when vapors of the mixture pass through the fractionating column, repeated liquefaction and vaporization take place. Subsequently, the vapors of low boiling point, ഏതിനാ methanol, enter the condenser from the fractionating. അപ്പോൾ രണ്ടും ബോയിൽ ചെയ്യുന്ന സമയത്ത് ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെത്തനോൾ എന്ത് ചെയ്യും? കണ്ടൻസറിലേക്ക് എൻ്റർ ചെയ്യും അല്ലെ? ഫ്രം ദ ഫ്രാക്ഷനേറ്റിംഗ് കോളം condensed liquid and get collected in the round bottom flask. Ethanol with higher boiling point can be അത് എത്തനോൾ ഇതുപോലെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അല്ലെ? ആദ്യം എന്താണ് എൻ്ററിൽ കണ്ടൻസറിൽ എൻ്റർ ചെയ്തിട്ട് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലേക്ക് കിടക്കും, എന്നിട്ട് കണ്ടൻസ് ടു ലിക്വിഡ്, സോ ദാറ്റ് ക്യാൻ ബി കളക്റ്റഡ്. സെപ്പറേഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ. ഫിൽ 1/4 of a bottle with kerosene അല്ലെ? മണ്ണെണ്ണ എടുക്കുകയാണ് 1/4 കാ ഭാഗം, ഫോർ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ, പിന്നെ വെള്ളം അതിലേക്ക് ആഡ് ചെയ്യാണ്. ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് ഷേക്ക് വെൽ, കീപ് ഇറ്റ് അസൈഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് കലക്കുകയാണ്. അപ്പൊ എന്താ നമ്മൾ കാണുക? Next is the fractional distillation of crude oil. Crude oil which is drilled out the depth of the earth അല്ലെ? മണ്ണിന്റെ ഏറ്റവും ആഴത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ എന്തിന്റെയൊക്കെ മിക്സ്ചർ ആണ്? ഹൈഡ്രോ കാർബണിന്റെ മിക്സ്ചർ ആണ്. which do not have much difference in the boiling point. അവരെന്താണ് ബോയിലിംഗ് പോയിന്റിൽ വലിയ വ്യത്യാസമൊന്നും കാണില്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പെട്രോൾ, ഡീസൽ, നാഫ്ത, കെറോസിൻ can be separated by fractional distillation. Which liquid is seen at the bottom? Can you suggest a method to separate kerosene and water from this mixture? Separating funnel is an apparatus used for separating immiscible liquid from the mixture. Separating funnel is used for separating immiscible liquids from the mixture. അലിഞ്ഞു ചേരാത്ത രണ്ട് വസ്തുക്കൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച്. Sublimation. Hope you remember collecting iodine vapor by heating iodine crystals. അല്ലെ? iodine crystal ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? iodine vapors കിട്ടും. It is a substance that changes directly into a gas on heating without changing into a liquid. അപ്പോൾ iodine എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് എന്താണ്? ഒരു ക്രിസ്റ്റൽസ് ആണ് അല്ലെ? ഡയറക്ട്ലി ഇൻറ്റു ഗ്യാസ് ആണ് ഫോം ചെയ്യുക വിത്തൗട്ട് ചേഞ്ചിങ് ഇൻറ്റു എ ലിക്വിഡ്. iodine ഹീറ്റ് ചെയ്യുമ്പോൾ നേരിട്ട് അത് ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യും. വാട്ട് അതർ സബ്സ്റ്റൻസ് ഷോ ദ സെയിം പ്രോപ്പർട്ടി? ഇതുപോലെ പ്രോപ്പർട്ടി കാണിക്കുന്ന വേറെ എന്തൊക്കെയുണ്ട്? നാഫ്തലിൻ ഉണ്ട്, ക്യാംഫർ ഉണ്ട്, പിന്നെന്താണ് കർപ്പൂരം, പിന്നെ പാറ്റ ഗുളിക, അമോണിയം ക്ലോറൈഡ് അല്ലെ? ഇതൊക്കെ എന്താണ്? സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ഹീറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്താൽ നമുക്ക് എന്താ കാണുക? ഡു ദേ മെൽറ്റ് ഇൻ ടു എ ലിക്വിഡ്? ദ പ്രോസസ് ഇൻ വിച്ച് ഇസ് സോളിഡ് വെൻ ഹീറ്റഡ് directly change into gas without melting into liquid is known as sublimation. This method can be used to separate the components which have the property of sublimation from the mixture. Look at the given picture showing the arrangement of separating the components of a mixture of ammonium chloride and sand. Observe the picture and write down the procedure. Centrifugation. Centrifugation എന്ന് പറഞ്ഞാൽ എന്താ? It is a method of separating components from a mixture based on the difference in the mass of particles. ഓരോ പാർട്ടിക്കിൾസ് മാസിന്റെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സെൻട്രിഫ്യൂഗേഷനിലൂടെ അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറീസ് ടു സെപ്പറേറ്റ് ബ്ലഡ് സാമ്പിൾസ് അല്ലെ? ബ്ലഡ് സെൽസ് എന്തിൽ നിന്നാണ്? ബ്ലഡ് സാമ്പിൾസിൽ നിന്ന്. ക്വിക്ക് സെപ്പറേഷൻ ടു precipitate obtained during chemical experiments. The liquid containing the sample is taken in a test tube and rotated about a central point in this instrument. Particles with a higher mass get separated away from the center and those with the lower mass remain close to the center. Particles with a higher mass കൂടുതൽ ഭാരമുള്ളത് എന്താവും? പെട്ടെന്ന് സെപ്പറേറ്റ് ആവും നടുവിൽ നിന്ന്. whereas lower mass ഉള്ളത് സെന്ററിലേക്ക് ക്ലോസ് ആയി കിടക്കും. In order to separate insoluble particles in a liquid mixture on the basis of the mass difference, centrifugation is used. അല്ലെ? ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ മെറ്റീരിയൽസ് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? സെൻട്രിഫ്യൂഗേഷൻ വഴിയാണ്. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് സെൻട്രിഫ്യൂഗേഷൻ.
used to separate butter from curd. Chromatography. Put a black spot using a sketch pen on one end of the filter paper, cut like a ribbon. അപ്പോൾ റിബണിന്റെ ആകൃതിയിൽ നമ്മൾ ഒരു ഫിൽറ്റർ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിന്റെ ഏറ്റവും അടിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്ലാക്ക് സ്പോട്ട് ഡോട്ട് ഇടും. What can be observed when the water level in the filter paper ascends? അപ്പം നമുക്ക് എന്ത് ഇൻഫറൻസ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കും ഓരോ കളറായിട്ട് മുകളിലേക്ക് പോണത് കാണാം അല്ലേ, ഫിൽറ്റർ പേപ്പറിന്റെ മുകളിലേക്ക്. Chromatography is the method used to separate more than one solute dissolved in the same solvent. അപ്പോൾ ഒരേ സബ്സ്റ്റൻസിൽ 3-4 സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് കിടക്കുമ്പോഴാണ് എന്താണ്, ഇപ്പൊ ഒരു സോൾവെന്റിൽ 3-4 സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എംപ്ലോയ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് കളേർഡ് സബ്സ്റ്റൻസ്, കളറുള്ള സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. അഡ്സോർപ്ഷൻ, ദ ബേസിസ് ഓഫ് ക്രൊമാറ്റോഗ്രാഫി. കാപ്പിലാരിറ്റി ഇസ് ദ ഫിനോമിന അല്ലെ, കേശികത്വം എന്ന ഫിനോമിനയാണ് ഏത് ക്രൊമാറ്റോഗ്രാഫിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താണ്, അതിലെ ചെറിയ സുഷിരങ്ങൾ വഴി അത് മുകളിലേക്ക് കയറി പോവുകയാണ് അല്ലെ. Solute particles move along with the solvent which rises through the micropores in the filter paper. Due to the attraction between the filter paper and solute particles അല്ലെ, ഫിൽറ്റർ പേപ്പറും സൊല്യൂട്ട് പാർട്ടിക്കിളും തമ്മിലുള്ള അട്രാക്ഷൻ വഴിയാണ് എന്ത്, attack to the surface of the filter paper. It is called adsorption. On the surface of filter, on the basis of the rate of adsorption. Look at some of the occasions where chromatography is employed. ഏതൊക്കെയാ? To separate components from dyes. പിന്നെ to separate poisonous substances mixed with the blood അല്ലെ, ബ്ലഡിൽ ഇപ്പൊ എന്തെങ്കിലും പോയ്സണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പ്രസന്റ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യണത് എങ്ങനെയാണ്, ബൈ ക്രോമാറ്റോഗ്രാഫി. ഹോപ്പ് യു ആർ നൗ ഫെമിലിയർ വിത്ത് വേരിയസ് മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ്. അപ്പൊ ഇതിലൂടെ നമ്മൾ ഓരോ സബ്സ്റ്റൻസും വേർതിരിക്കാനുള്ള പല മെത്തേഡും അല്ലെ, ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ, ക്രോമാറ്റോഗ്രാഫി, അങ്ങനെ കുറെ മോഡേൺ ടെക്നിക്സ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. If you are interested, please do like, share and subscribe my channel. Okay, thank you.